ആലപ്പുഴ കളർകോട് അപകടത്തിൽ മരിച്ച രണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന് നടക്കും. ആയുഷിന്റെ സംസ്കാരം രാവിലെ കാവാലത്താണ്, ആലപ്പുഴ കാവാലത്താണ് ആയുഷിന്റെ വീട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിനോട് വളരെ അടുത്ത് ഉള്ള ഒരു പ്രദേശമാണ് കാവാലം. 2 മണിയോടെ പാലായിലെ തറവാട്ടുവളപ്പിലാണ് ദേവനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. പരിക്കേറ്റവരുടെ ചികിത്സ വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. ചികിത്സയിലുള്ള ഒരു വിദ്യാർത്ഥിയുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അപകട സമയത്ത് കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും എന്ന ഒരു തീരുമാനം കൂടിയുണ്ട്. ഇതൊക്കെ ഈ അന്വേഷണത്തിന്റെ പ്രാഥമികമായ അന്വേഷണത്തിന് നടപടിക്രമം മാത്രമായി കൂട്ടിയാൽ മതി. ഇന്നലെ ബസ് ഡ്രൈവറെ ഇതിൽ പ്രതി ചേർത്തിരുന്നു. പക്ഷേ ബസ് ഡ്രൈവർ കുറ്റക്കാരനല്ലെന്നും അപകട മരണങ്ങളിൽ പ്രാഥമിക റിപ്പോർട്ടിൽ പ്രതി ചേർക്കുന്നത് സ്വാഭാവികമെന്നുമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരണ്യ സ്നേഹജൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, ഇന്നിപ്പോൾ കാവാലത്താണ്. കാവാലം എന്ന നാട് അവിടുത്തെ പ്രതീക്ഷയായിരുന്ന നമുക്കറിയാം ആയുഷിന്റെ സംസ്കാര ചടങ്ങാണ് 10 മണിക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന, രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു അപകടത്തിന്റെ ആഘാതത്തിൽ നിന്ന് ആലപ്പുഴ ഇതുവരെ മോചിതരായിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അത്ര വലിയൊരു അപകടമായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 5 വിദ്യാർത്ഥികളുടെ ജീവൻ കവർന്നുകൊണ്ട് കളർകോട് നടന്നത്. ഇന്ന് ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട്. ഒന്ന്, മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നു. മറ്റൊന്ന്, ആയുഷിന്റെ സംസ്കാരം, പാലയിൽ ദേവാനന്ദിന്റെ സംസ്കാരം, ഒപ്പം തന്നെ പോലീസുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും മറ്റു വഴികളും. അതായത് ഇന്ന് ആയുഷിന്റെ സംസ്കാരം നടക്കുക കാവാലത്തെ വീട്ടുവളപ്പിലാണ്. ആയുഷിന്റെ അച്ഛനും അമ്മയും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടുകൂടി ഇൻഡോറിൽ നിന്ന് എത്തിയിരുന്നു. ആയുഷിനുള്ളത് ഒരു സഹോദരൻ മാത്രമാണ് ഉള്ളത്. ഇവരെ വർഷങ്ങളായിട്ട് ഇൻഡോറിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ആയുഷ് പഠിച്ചതുമൊക്കെ അവിടെ തന്നെ ആയിരുന്നു. അതിനുശേഷം പിന്നീട് MBBS പഠനത്തിനായാണ് ആലപ്പുഴയിലേക്ക് എത്തുകയും ആലപ്പുഴയിലെ അച്ഛൻ്റെ വീട്ടിലാണ് താമസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ എല്ലാ വീക്കെൻഡുകളിലും വന്നു പോയിരുന്ന കുട്ടിയാണ്. ഇപ്പോൾ MBBS പഠനത്തിന് മാത്രമാണ് വന്നിട്ടുള്ളതെങ്കിൽ പോലും ആ ഒരു പരിചയമേ ഉള്ളൂ, 1.5 മാസത്തെ പരിചയമുള്ളെങ്കിൽ പോലും ആ പരിസരത്തുള്ള ആളുകൾക്ക് എല്ലാവരുമായും നല്ലൊരു ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരാൾ. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അതീവ ദുഃഖകരമായ സാഹചര്യമാണ്. രക്ഷകർത്താക്കളുടെ അവസ്ഥയും നമുക്ക് പറയാൻ പോലും കഴിയില്ല, അത്ര വിഷമകരമാണ് എന്ന് തന്നെ പറയാം. അവർ ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ആലപ്പുഴ കാവാലത്തെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. 10:30 വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. മറ്റൊന്ന് ദേവാനന്ദാണ്. ദേവാനന്ദിന്റെ അച്ഛനും അമ്മയും മലപ്പുറത്താണ് ജോലി ചെയ്യുന്നതെങ്കിലും അച്ഛൻ്റെ വീട് പാലായിലാണ്. അച്ഛൻ്റെ വീടായ പാലായിലെ വീട്ടുവളപ്പിലാണ് 2 മണിയോടുകൂടി സംസ്കാരം നടക്കുക എന്നുള്ളതാണ്. ഈ 2 സംസ്കാര ചടങ്ങുകളും ഇന്ന് നടക്കും. ബാക്കിയുള്ളത് ഇന്നലെ നടന്നിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ നമുക്കറിയാം, പാലക്കാടും ലക്ഷദ്വീപിലും ഒക്കെ ഉള്ള കുട്ടികൾ ഇന്നലെ ആ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. അവരുടെയൊക്കെ സംസ്കാരങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഉണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കാര്യങ്ങളാണ്. അതായത് വാഹനം ഓടിച്ചിരുന്ന ഗൗരിശങ്കർ എന്ന MBBS വിദ്യാർത്ഥിയാണ് വാഹനം ഓടിച്ചിരുന്നത്. ഗൗരിശങ്കറിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യം RTO അറിയിച്ചിട്ടുണ്ട്. അത് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല, പക്ഷേ എങ്കിൽ പോലും ആ നടപടിയിലേക്ക് അവർ നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസും അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, KSRTC ബസ് അപകടത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം, KSRTC ബസ് വന്ന് ആ ഒരു ബസ് ചവിട്ടി ഒന്ന് സ്ലോ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ 11 പേർ അടങ്ങുന്ന ടവേര വാഹനത്തിന്റെ ഒരു ഇടിയുടെ ആഘാതത്തിൽ ഉണ്ടാകുന്ന അപകടം, ഈ 5 മരണം എന്നത് തന്നെ വലിയ ആഘാതമാണ്. അതിനും അപ്പുറത്തേക്ക് ഉള്ള ഒരു ആഘാതത്തിലേക്ക് പോകുമായിരുന്നു. എന്തായാലും ആ CCTV ദൃശ്യങ്ങളടക്കം വ്യക്തമാണ്. സംയോജിതമായി ആ ബസ് ഒന്ന് ചവിട്ടി ഒതുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇടിയുടെ ആഘാതം കുറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പക്ഷേ അതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. കോടതിയിൽ എത്തിയാൽ അത് ഒഴിവാക്കുമെന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്ന വിവരം. ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ് അടുത്തത്. അതായത് നമുക്കറിയാം, 2 എടത്വ സ്വദേശി ആൽവിൻ അടക്കം ഉള്ള വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന ഗൗരിശങ്കറിന്റെ സർജറി ഇന്നലെ കഴിഞ്ഞിരുന്നു. പക്ഷേ ആൽവിന്റെയും മറ്റ് ഒരാളുടെയും കൂടെയുള്ള നില ഗുരുതരമായി തുടരുകയും ചെയ്യുന്നുണ്ട്. ആൽവിന്റെ നിലയാണ് കുറച്ചുകൂടെ പ്രതിസന്ധിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ ബോർഡ് യോഗം ഇന്നലെ ഒന്ന് ചേർന്നിരുന്നു. പക്ഷേ ഇന്നും വിവിധ വകുപ്പ് മേധാവികളെ വിളിച്ചു ചേർത്ത് മെഡിക്കൽ ബോർഡ് ചേരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അടിയന്തരമായി ഷിഫ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ
ഇവിടെ നിന്ന് വേണമെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കാമെന്നുള്ളതാണ്. എന്തായാലും തീവ്ര ശ്രമത്തിലാണ് ഈ കുട്ടികളെ ആരോഗ്യത്തോടെ, ഈ വിദ്യാർത്ഥികളെ ആരോഗ്യത്തോടെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണ് അവരുടെ അധ്യാപകർ കൂടിയായ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ. എന്തായാലും ആ ഒരു ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്. അവർക്ക് രണ്ടുപേരുടെ നില ഗുരുതരമാവുകയും ചെയ്തിട്ടുണ്ട്. ഗുരുതരമാണ്. അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഘട്ടം മുതൽ തന്നെ അവരുടെ നില ഗുരുതരമാണ്. ആ കാര്യങ്ങൾ വിശകലനം ചെയ്യാനും എല്ലാ വകുപ്പ് മേധാവികളുടെയും, കാരണം മൾട്ടിപ്പിൾ ഇഞ്ചുറിയാണ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. ഹെഡ് ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളതിനപ്പുറത്തേക്ക് സംഘം രൂപീകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ശരണ്യ, ഇനിയും ഈ കുട്ടികളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. കാരണം 5 ജീവനുകൾ പൊലിഞ്ഞു. ഈ 2 കുട്ടികൾ അത്ര വിലപ്പെട്ട ജീവനുകളാണ്. അത് രക്ഷിക്കുക എന്നത് പ്രധാനമാണ്. അതിന് പ്രത്യേക ടീം രൂപീകരിച്ചിട്ടുണ്ടെന്നും ലഭിക്കാവുന്ന ഏറ്റവും ആധുനികമായ ചികിത്സാ സംവിധാനം ഒരുക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ഇടപെടൽ നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗത്ത് ഇതിനകം ഉണ്ടായിട്ടുണ്ട് എന്നും പ്രതീക്ഷിക്കാം. അത് ഇന്നലെ തന്നെ മന്ത്രി പി പ്രസാദ് അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പ്രത്യേക ഒരു ടീം തന്നെയാണ് ഇവരുടെ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിക്കുകയും ഒപ്പം തന്നെ അതിന്റെ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് പോവുകയും ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മന്ത്രി പി പ്രസാദ് തന്നെ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. നല്ല എക്സ്പെർട്ട് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും ചില പരിമിതികൾ ആശുപത്രിക്ക് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്രൈവറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ അവർ അത് പരിശോധിച്ചു വരികയാണ്. ഇന്നലെയും മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകളും ഇക്കാര്യം പരിശോധിക്കുകയും വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ആൽവിൻ അടക്കമുള്ള ആളുകളുടെ നില ക്രിട്ടിക്കലായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഒരു ജീവൻ പ്രതിസന്ധി ഉണ്ടാവാത്ത രീതിയിൽ അവരെ ചേർത്ത് പിടിച്ച് പരമാവധി അവരെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതീവ ശ്രദ്ധയോടെയാണ് ആലപ്പുഴയിലെ ഡോക്ടർമാർ അടങ്ങുന്ന സംഘം അക്കാര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നത്. അത് അവരുടെ യോഗം ഇന്നലെ വൈകിട്ടും ഉണ്ടായിരുന്നു. ഇന്നും ഇപ്പോൾ മെഡിക്കൽ ബോർഡ് കൂടും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ ദിവസവും അത്തരം ഒരു വിശകലനമുണ്ട്. കാരണം വിവിധ വകുപ്പ് മേധാവികൾ ചേർന്നാണ് ആ ഒരു തീരുമാനത്തിലേക്ക് പോകുക. എങ്ങനെയാണ് ഇന്നത്തെ ദിവസം അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക, അതിൻ്റെ ഒരു പ്രോട്ടോകോൾ എന്താണെന്നുള്ളത് തീരുമാനിക്കുന്നതിന് ഇന്നും മെഡിക്കൽ ബോർഡ് യോഗം കൂടുന്നുണ്ട്. എന്തായാലും നില ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. പരിക്ക് പറ്റിയ ആൽവിൻ ഉൾപ്പെടെയുള്ള 2 പേരുടെ നില ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ട്. എങ്കിൽ പോലും അവരെ പരമാവധി അവരുടെ കാര്യങ്ങൾ ചെയ്യുക അതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് മെഡിക്കൽ ബോർഡ് ചേർന്ന് ഇന്നലെ തന്നെ അങ്ങനെ ഒരു പ്രത്യേക സംഘത്തെ അവർ നിയോഗിക്കുകയും ചെയ്തിരുന്നു. അതാണ് സാഹചര്യം. ഏതായാലും ആയുഷിന്റെ സംസ്കാരം ഇന്ന് കാവാലത്ത് നടക്കും. ദേവാനന്ദന്റെ സംസ്കാരം കോട്ടയത്ത് മറ്റക്കരയിലാണ് ഇന്ന് നടക്കുക. മറ്റ് 3 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ പൂർത്തിയായിരുന്നു. 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ഇവർക്കായി പ്രത്യേക മെഡിക്കൽ സംഘത്തെ രൂപീകരിച്ച് പരമാവധി ചികിത്സ നൽകി ആ വിലപ്പെട്ട ജീവനുകൾ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നാണ് ശരണ്യ റിപ്പോർട്ട് ചെയ്യുന്നത്.